ഹായ്, നമസ്കാരം. പാർലമെന്റിന്റെ പ്രത്യേക സിറ്റിംഗ്സ് ഈ മാസം 16, 17, 18 തീയതികളിൽ നടക്കുകയാണ്. 2023 പാർലമെന്റ് പാസാക്കിയ നാരി ശക്തി വന്ദൻ അധിനിയം ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക സിറ്റിംഗ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി ഞങ്ങൾക്കൊക്കെ, കക്ഷി നേതാക്കൾക്കൊക്കെ കത്തയച്ചു. ഈയൊരു സമ്മേളനത്തോട് സഹകരിക്കണം, ജനാധിപത്യത്തെ സമൃദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളിൽ വ്യാപൃതരാകണമെന്നൊക്കെ അദ്ദേഹം തന്റെ കത്തിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം. പക്ഷെ ഞങ്ങളുടെ മനസ്സിലുള്ള ചില ചോദ്യങ്ങളുണ്ട്. 2023 ഈ നിയമം പാസാക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. എന്തിനാണ് ഈ നിയമത്തെ വരാൻ പോകുന്ന സെൻസസുമായിട്ടും ഡീലിമിറ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നത്? നമുക്കത് ഉടനടി പ്രാബല്യത്തിൽ വരുത്തിക്കൂടെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം സാധ്യമായപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയൊന്നും വെച്ചിരുന്നില്ലല്ലോ, കാലതാമസത്തിന്റെ പ്രസക്തി ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ വാദിച്ചിരുന്നു. അത് സംബന്ധിച്ചുള്ള ഭേദഗതികളൊക്കെ ഞങ്ങൾ സഭയിൽ അവതരിപ്പിച്ചിരുന്നു. അന്ന് ഇതൊന്നും കേൾക്കാതിരുന്ന പ്രധാനമന്ത്രിയും ഗവൺമെന്റും ഇപ്പോൾ പൊടുന്നനെ ഒരു ബോധോദയമുണ്ടായിട്ട് നമുക്ക് 2029 ലോക്സഭയിലും അതുമായി ബന്ധപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ സ്ത്രീ സംവരണം സാധ്യമാക്കാൻ വേണ്ടി ഭേദഗതി വേണം, അതിനോട് സഹകരിക്കണമെന്നാണ് പറയുന്നത്. ഒരു വിയോജിപ്പുമില്ല. വനിതാ സംവരണത്തിന് വേണ്ടിയിട്ട് എല്ലാ കാലത്തും പോരാടിയിട്ടുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായത്തോട്, ഗവൺമെന്റിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 2029 ഇത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും. ആ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ, ഈ മാസം അവസാനം നമുക്ക് വേണേൽ ചേരാം. അതിനു മുമ്പ് എന്താണ് അങ്ങയുടെ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നുള്ള വിവരങ്ങൾ കൂടി ഞങ്ങൾക്ക് നൽകൂ എന്നുള്ള ഒരു അഭ്യർത്ഥന പ്രതിപക്ഷ കക്ഷികൾ സംയുക്തമായി ഗവൺമെന്റിന് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു പരിഗണനയും നൽകാതെ 16, 17, 18 തീയതികളിൽ തന്നെ സമ്മേളനം നടക്കണമെന്നുള്ള ഒരു പിടിവാശിയുമായിട്ട് സർക്കാർ പോവുകയാണ്. ഇവിടെ അസ്വസ്ഥജനകമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടയിൽ ഇതുപോലുള്ള ഒരു ഭേദഗതി ധൃതി പിടിച്ച് പാസ്സാക്കേണ്ടതായിട്ടുണ്ടോ? ഒരാഴ്ചയോ 2 ആഴ്ചയോ വൈകിയാൽ അതിൽ യാതൊരു പ്രശ്നമോ തകരാറോ ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ഏതൊക്കെയായാലും 3 വർഷം വൈകിപ്പിച്ചു. 2023 ഈ നിയമം പാസ്സാക്കിയത്. അന്ന് ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രത്യേക സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേക സിറ്റിംഗ്സിന്റെ ഉദ്ദേശം തന്നെ ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇനി ഈ ഒരു ഭേദഗതിക്കൊപ്പം മറ്റു ചില ഭേദഗതികൾ കൂടി സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അതെന്താണെന്ന് അറിയട്ടെ. അതായത് 33% സംവരണം സ്ത്രീകൾക്ക് നടപ്പിലാവുമ്പോൾ പുരുഷന്മാരുടെ ആധിപത്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സീറ്റുകളിൽ ഒരു വർധനവ് എത്രയാണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ? 50% സീറ്റുകൾ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വർദ്ധിക്കണമെന്നാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ഭേദഗതി കൊണ്ടുവരും. അതിനർത്ഥം 20 ലോക്സഭാ സീറ്റുള്ള കേരളത്തിൽ ഇനി പിന്നീട് 30 ഉണ്ടാവും. അങ്ങനെ സ്ത്രീകളെ അവിടെ കുടിയിരുത്താം. പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് തകരാറൊന്നും ഉണ്ടാകില്ല. ഇനി നമുക്ക് 30 വരുമ്പോൾ 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ അത് 120 ആവും. ശ്രദ്ധിക്കണം. പക്ഷേ പുറമേക്ക് ഇതിനകത്തൊരു അപാകതയില്ല. എന്താ കാരണം? അനുപാതം കറക്റ്റാണ്. 50% എല്ലാവർക്കും ബാധകമല്ലേ? അതുകൊണ്ട് നമ്മളെന്തിനാ പരാതിപ്പെടുന്നത് എന്ന് ചോദിച്ചേക്കാം. പക്ഷെ ഇവിടെ മറ്റൊരു വിഷയമുണ്ട്. രാഷ്ട്രീയത്തിൽ അനുപാതമല്ല പ്രസക്തി, ആബ്സല്യൂട്ട് നമ്പറാണ്. അതായത് എത്രയാണ് നമ്പർ, അതാണ് പ്രധാനം. അപ്പോൾ ഇങ്ങനെ വലിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനമുള്ള തട്ടകങ്ങളിലെ സീറ്റുകൾ ഗണ്യമായി വർദ്ധിക്കുമ്പോൾ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന രാഷ്ട്രീയത്തിൽ ചില പോറലുകൾ ഏൽക്കും. എന്ന് പറഞ്ഞാൽ കൊച്ചു കക്ഷികൾക്കൊന്നും പ്രസക്തിയില്ലാതാകും. നോക്കുക, അതായത് ഇപ്പോൾ 15, 20 അംഗസംഖ്യയുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള ചില സ്വാധീനം ദേശീയ രാഷ്ട്രീയത്തിൽ ചെലുത്താൻ പറ്റും. ഇനി മറ്റൊരു വിഷയം, നമ്മുടെ സിറ്റിംഗ്സ്, ലോക്സഭയുടെ സിറ്റിംഗ്സ് ആണെങ്കിലും പാർലമെന്റിന്റെ സിറ്റിംഗ്സ് ആണെങ്കിലും ഗണ്യമായി കുറഞ്ഞു വരികയാണ്. ആദ്യകാലഘട്ടത്തിലൊക്കെ നമുക്ക് ഒരു വർഷത്തിൽ 100, 120 ദിവസവും സമ്മേളനം നടത്തിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സമ്മേളനത്തിന്റെ ദിനങ്ങൾ ഇപ്പോൾ 50, 60 കുറഞ്ഞു. അപ്പോൾ ഈ 816 പേരുള്ള ഒരു ലോക്സഭയുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവിന്റെ അക്കൗണ്ടബിലിറ്റി ഗണ്യമായി ചോരും. പ്രസക്തമായിട്ടുള്ള ചർച്ചകളൊന്നും അവിടെ നടക്കുന്നില്ല.
ഒരു അംഗത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ പാർട്ടിക്ക് അവിടെ സംസാരിക്കാൻ കിട്ടുന്ന സമയം എത്രയായിരിക്കും? വളരെ തുച്ഛമായിരിക്കും. ഇനി മൂന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് ഇത് സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. ഇനി നമുക്കൊരു തെറ്റായൊരു സങ്കല്പമുണ്ട്. MP എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന ജന്മദിന ആഘോഷത്തിലും കല്യാണത്തിലും മരിച്ചടക്കിലൊക്കെ പങ്കെടുക്കേണ്ട ഒരാളാണെന്നുള്ളത്. പക്ഷേ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എന്താണ്? MLA ആണെങ്കിലും MP ആണെങ്കിലും നിയമം നിർമ്മാണ പ്രക്രിയയിൽ വ്യാപൃതരാകാൻ വേണ്ടിയിട്ടാണ് ഭരണഘടന അവരെ കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുക, അത് ജനങ്ങളോട് വിധേയപ്പെട്ട് സർക്കാർ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളുടെ പ്രസക്തി തന്നെ. അതല്ലെങ്കിൽ നയപരമായ കാര്യങ്ങളിലുള്ള ഇടപെടലാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പൊടുന്നിനെ പാസ്സാക്കാൻ പാടില്ല. മാത്രമല്ല സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഇപ്പൊ ദക്ഷിണേന്ത്യയുടെ പ്രാധാന്യം അനുപാതപ്രകാരം കറക്റ്റാണെങ്കിലും ആബ്സലൂട്ട് നമ്പർ വരുമ്പോൾ ദക്ഷിണേന്ത്യക്ക് ദേശീയ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം വീണ്ടും ഇടിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ഇത്ര തിരക്ക് പിടിച്ച് ഈ ഒരു പാർലമെന്റിന്റെ സിറ്റിംഗ്സ് നടക്കണോ? 2 ആഴ്ചയോ 3 ആഴ്ചയോ തള്ളിവെച്ചുകൂടെ? സംസ്ഥാനങ്ങളുമായിട്ട് കൂടി ചർച്ച ചെയ്യേണ്ടതില്ലേ എന്നൊക്കെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്.